പ്രൈസ് ഗോഡ്. 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. അതേ ദൈവ പൈതലെ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളോട്, പ്രതിസന്ധിയെ നോക്കി നമുക്ക് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ പറയുവാൻ സാധിക്കുമോ? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു എന്ന്. നമ്മുടെ പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം വിശ്വസിക്കേണ്ട ഒരു കാര്യം, പറയേണ്ട കാര്യം, ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം എന്നാണ്. ഹല്ലേലൂയ. കാരണം എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറി ക്രൂശിൽ യേശു വില കൊടുത്തു എങ്കിൽ, രക്തം കൊടുത്തു നമ്മെ വീണ്ടെടുത്തു എങ്കിൽ അത് വെറുതെയായി പോകുമോ? എന്നാൽ ആദ്യവേദനയിൽ താൻ പറയുകയാണ്, എനിക്കും നിങ്ങൾക്കും വേണ്ടി എല്ലാം നിവർത്തിയായി എന്ന്. പ്രൈസ് ഗോഡ്. കാൽവറി ക്രൂശിലെ പൂർത്തീകരണത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയതെല്ലാം താൻ ചെയ്തു കഴിഞ്ഞു എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഇത് മനസ്സിലാക്കിയ ഒരു ദൈവ പൈതൽ നിരാശ പറയില്ല. അപ്പോസ്തലനോട് ചേർന്ന് ആ ദൈവ പൈതൽ വിളിച്ചു പറയും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ, സംരക്ഷിക്കുവാൻ ശക്തനെന്ന്. ആമേൻ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കൂ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.